അസ്സലാമു അലൈക്കും. നമ്മുടെ സർഗവസന്തം വേദികളിൽ പ്രോഗ്രാമുകൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ വിസ്ഡത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് സലാം സാർ നമ്മൾ ഒന്നിച്ചുണ്ട്. ഇൻഷാല്ലാ അദ്ദേഹം പ്രതികരിക്കും. പക്ഷേ എങ്ങനെയാണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഷെഡ്യൂൾ, അതിന് കാര്യങ്ങളൊന്ന് വിശദീകരിക്കും. 4 വേദികളായി മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഇൻഷാല്ലാ വിപുലമായ സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ പൊതുസമൂഹത്തിൽ വലിയ കലാസൃഷ്ടിയുള്ള ആൾക്കുട്ടികളായി മാറ്റുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമങ്ങളാണ് നമ്മുടെ സംഘടനാ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ മത്സരം സമാപിക്കും. അവർക്കുള്ള സമ്മാനങ്ങളും സ്റ്റേജിൻ്റെ അടുത്ത് വെച്ച് തന്നെ അതേ സമയത്ത് തന്നെ നൽകുന്നതായിരിക്കും. ഇന്ന് 2ാം ദിനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് പ്രോഗ്രാം ഷെഡ്യൂൾ? ഇന്ന് 2ാം ദിനമാണ്. ഇന്ന് സ്റ്റേജ് ഐറ്റംസുകളാണ് നടക്കുന്നത്. ഇന്നലെ ഓഫ് സ്റ്റേജ് ഐറ്റംസുകളാണ് നടന്നത്. അതിൻ്റെ റിസൾട്ടുകളൊക്കെ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 4 വേദികളായി അറബി ഗാനം, മലയാള ഗാനം, സംഘഗാനം, മാപ്പിളപ്പാട്ട്, അതുപോലെ തന്നെ അറബി പ്രസംഗം, ഇംഗ്ലീഷ് പ്രസംഗം, മലയാള പ്രസംഗം, അതുപോലെ തന്നെ സംഘഗാനം, ഇങ്ങനെയുള്ള മത്സരങ്ങളാണ് ഇന്ന് വ്യത്യസ്ത വേദികളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാഷാ അല്ലാ. സലാം സാറാണ് നമ്മളോട് പ്രതികരിച്ചത്. നമ്മുടെ മണ്ഡലം പ്രസിഡന്റും മദ്രസയുടെയൊക്കെ ഉന്നത നിലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൂടിയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ വേദികളിൽ പ്രോഗ്രാമുകൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. വേദികളൊക്കെ സെറ്റാണ്. ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പല മദ്രസകളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഈ ഒരു മത്സരത്തിന് വേണ്ടി ഒരുങ്ങിയെത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ തളിപ്പറമ്പ് സലഫി മദ്രസയിലുള്ള ഒരു കുട്ടിയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഇഷാൻ നജീബ്. ഇഷാൻ നജീബാണ്. ഇഷാൻ നജീബ് ഇന്ന് മത്സരിക്കുന്നുണ്ടോ? ഇന്ന് അറബി പ്രസംഗം. ഓക്കെ, ഏതാണ് മദ്രസ? സലഫി മദ്രസ തളിപ്പറമ്പ്. മറ്റ് പ്രോഗ്രാമുകളിൽ ഇഷാമിന്റെ ഒരു നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു, എഴുത്തുപുര എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ സമ്മാനം കിട്ടിയതൊക്കെ ആയിട്ട് കണ്ടു. എന്താണ് ആ പ്രോഗ്രാം, എങ്ങനെയായിരുന്നു അത്? അത് ഈ മദ്രസ തലത്തിൽ സർഗ ദിനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ നിന്ന് അതിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് സെലക്ട് ആയ 20 ആളെ വെച്ചിട്ടുള്ളൊരു ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിലേക്ക് അതിൽ പ്രൈസ് കിട്ടിയിരുന്നോ സ്റ്റേറ്റിൽ? അതിൽ എഴുതി അയച്ച ഒരു റിവ്യൂ ഇന്ന് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിവുറ്റ കുട്ടികളാണ് എമ്പാടും ഉള്ളത്. എഴുത്തുപുര എന്ന് പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ വലിയൊരു സ്റ്റേറ്റ് പ്രോഗ്രാമിലേക്ക് പങ്കെടുത്ത ആൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ കുട്ടിയുടെ എഴുത്ത് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് ചന്ദ്രയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊരു ദൂരെ നമുക്ക് കാണാം സ്കോർ ബോർഡിൽ നിലവിൽ നമ്മുടെ ഓഫ് സ്റ്റേജ് പ്രോഗ്രാംസിൻ്റെ സ്കോറുകളും അതിൻ്റെ ഒരു എന്താ പറയുക സ്ഥാനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഒന്ന് ജസ്റ്റ് സ്ക്രീൻ ഒന്ന് കാണിച്ചാൽ നമുക്ക് വിശദീകരിക്കാൻ എളുപ്പമുണ്ട്. നമുക്കിവിടെ കാണാം വ്യത്യസ്ത മദ്രസകളുടെ പോയിന്റ് നിലകളൊക്കെ കാണാൻ പറ്റും. 6ഓളം മദ്രസകളാണ് ഈ തളിപ്പറമ്പ് കോംപ്ലക്സിൽ ഇന്ന് മത്സരിക്കുന്നത്. അതിൻ്റെ സ്കോർ ബോർഡ് നിലവിൽ ഓഫ് സ്റ്റേജ് പ്രോഗ്രാമുകൾ അവസാനിക്കുമ്പോൾ തളിപ്പറമ്പ് 207 പോയിന്റിന് മുന്നിട്ട് നിൽക്കുകയാണ്. തൊട്ട് പിന്നാലെ 157 പോയിന്റിന് കുറുമാത്തൂരുണ്ട്. ചുഴലി 128, ചെങ്ങളായി 126, പൂവം 54, ചെറുപുഴ 52. ഇങ്ങനെ സ്കോർ ബോർഡ് നമുക്ക് കാണാം. പ്രോഗ്രാമുകൾ ഇനിയും ഇവിടെ നടക്കാനിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വീണ്ടും പിന്നിലുള്ള മദ്രസകൾ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറയും. ദായിബ് ഏതാ മദ്രസ? ചുഴലി മദ്രസ. ഇന്ന് മത്സരിക്കുന്നുണ്ട്. ഏതാണ് പ്രസംഗം, ഇംഗ്ലീഷ്, സംഘഗാനം, മലയാളം. ഓക്കെ, മാഷാ അല്ലാ. 2 പ്രോഗ്രാമുകൾക്ക് മത്സരിക്കുന്ന ദായിബാണ് നമ്മളോടൊക്കെ ഇപ്പോൾ ഉള്ളത്. ദായിബ്, എന്താണ് നിങ്ങളുടെ മദ്രസ മുന്നോട്ട് വരുന്നതന്നെയാണോ വിശ്വസിക്കുന്നത്? ഇപ്പൊ എത്ര സ്ഥാനത്താണ് ഉള്ളത്? 3ാം സ്ഥാനത്ത്. അടുത്ത് തന്നെ ഉണ്ട്. വരുമല്ലേ മുന്നോട്ട്? ഓക്കെ, മാഷാ അല്ലാ. എല്ലാവരും കോൺഫിഡൻസിലാണ്. പ്രോഗ്രാമുകൾ ഇനിയും ഒരുപാട് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തില്ല, ഇപ്പോൾ ഒരു വിധി നിർണയം ഇന്ന് മദ്രസ മുന്നിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത വിധത്തിൽ തൊട്ടടുത്താണ് പോയിന്റുകൾ നിലകളൊക്കെ ഉള്ളത്. ഇതിൻ്റെ സംഘാടകരിൽ നമുക്കൊന്ന് ഇവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ച് ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ അയ്യൂബ്ക, തളിപ്പറമ്പിൻ്റെ മുഖം അയ്യൂബ്ക നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ ഒരു സംവിധാനങ്ങൾ 4 വേദികൾ ഒരുക്കുന്ന വിഷയത്തിൽ ഇന്നലെ മുതലേ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ പിന്നണിയിൽ ഉണ്ടായ ആൾക്കാരാണ്. ജസീം, അയ്യൂബ് തുടങ്ങിയ ആളുകൾ. അവരുടെ ഒരുക്കത്തെ പറ്റി നമ്മൾ ചോദിക്കുന്നത്. അയ്യൂബ്, എങ്ങനെയാണ് ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് ഒരുക്കങ്ങളുടെ പിന്നിലുള്ള അവസ്ഥകൾ? മാഷാ അല്ലാ, പിന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 4 വേദികളായിട്ട് പിന്നെ നല്ല സെറ്റപ്പ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മദ്രസൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ പിന്നെ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡും അതുപോലെ മണ്ഡല കമ്മിറ്റിയൊക്കെ നന്നായിട്ട് ഇടപെട്ടിട്ട് തന്നെയാണ് നമ്മുടെ ഈ പരിപാടി നടത്തുന്നത്. മാഷാ അല്ലാ, എല്ലാം സെറ്റപ്പാണ്. ഒരു കുഴപ്പവും ഇതുവരെ ഇല്ല. മാഷാ അല്ലാ. എന്തൊക്കെയാണ് വേദികളിൽ എന്തൊക്കെയാണ് നടക്കേണ്ടത്? അതായത് സെറ്റപ്പുകൾ എന്തൊക്കെയാണ്? എല്ലാ സംവിധാനങ്ങളും ഉണ്ടോ? സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ സെറ്റാണോ? എന്താണ്?
മാഷാഅല്ലാഹ് എല്ലാ വേദികളിലും സൗണ്ട് ഉണ്ട്. അവിടെ ഒരു സ്റ്റേജ് നടക്കുന്നുണ്ട്. ഉള്ളിൽ പിന്നെ പുറത്തൊരു സ്റ്റേജാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ലാസ് റൂമുകളിലാണ് 3 സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിലേക്കും അവിടെ സെറ്റപ്പ് സൗണ്ട് ബോക്സും നല്ല സൗണ്ട് ബോക്സും അതുപോലെ തന്നെ പിന്നെ ചെയർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാഷാഅല്ലാഹ്. പിന്നെ ഈ ഒരു കുട്ടികളുടെ പ്രോഗ്രാം കൊണ്ട് ഉള്ള നേട്ടങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ശരിക്കും ഉപകാരപ്പെടുന്നുണ്ടോ കുട്ടികൾക്ക്? മത്സരത്തെ എങ്ങനെയാണ് കുട്ടികൾ എടുക്കുന്നത്? ആവേശപൂർവ്വം തീർച്ചയായും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നില്ല. അത് കുട്ടികളെ പിന്നെ സർഗാത്മകമായ പിന്നെ കലാവാസനകൾ ഇസ്ലാമികത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു പരിപാടി അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഇസ്ലാമിക പിന്നെ മദ്രസ ഈ സർഗവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ അവരുടെ കഴിവുകൾ സ്റ്റേറ്റ് ലെവലിലേക്കും കൂടി എത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മദ്രസ പിന്നെ കണ്ണൂർ ജില്ലക്കായിരുന്നു ഇതുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ജില്ലയിലേക്ക് എത്തും തന്നെയാണ് നമ്മൾ വിചാരം. മാഷാഅല്ലാഹ്. കഴിഞ്ഞ വർഷങ്ങളിൽ പോലെ കണ്ണൂർ ജില്ലയെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള സർഗാത്മകമായ കഴിവുകൾ തേടിയുള്ള യാത്രയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് തളിപ്പറമ്പ് കോൺഗ്രസ് സർഗവസന്തം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്പർ 3 അടുത്താണുള്ളത്. വ്യത്യസ്ത വേദി നമ്മൾ പറഞ്ഞു, 4ഓളം വേദികളുണ്ട്. ആ വേദിയിൽ നിയന്ത്രിക്കുന്ന ഓടി നടക്കുന്ന നമുക്ക് ഇബ്രാഹിം കോംപ്ലക്സ് സെക്രട്ടറി ഇബ്രാഹിം ഉണ്ട്. ഇബ്രാഹിം ഏതുവരെയായി നമ്മളെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ? എന്താണ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. 2 വേദികളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പിന്നെ 3 വേദികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 3ാമത്തെ വേദിയിൽ ഇപ്പോൾ ഇൻഷാല്ലാഹ് പെട്ടെന്ന് അവിടെ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. എങ്ങനെയാണ് ഒരുക്കലും കാര്യങ്ങളൊക്കെ? എല്ലാം ജഡ്ജസ് ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം ഇൻഷാല്ലാഹ് ഇപ്പോൾ തന്നെ 3ാമത്തെ വേദിയിലും പ്രോഗ്രാം ആരംഭിക്കും. ഓക്കെ, പ്രോഗ്രാമുകൾ ആരംഭിച്ചു തുടങ്ങി 2 വേദികളിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും വേദികളിൽ തുടങ്ങാനിരിക്കുന്നു. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. എല്ലാവരും റെഡിയാണ്, സമ്മാനങ്ങളൊക്കെ റെഡിയാണ്, കുട്ടികളൊക്കെ മത്സരിക്കാൻ റെഡിയാണ്, എല്ലാം സെറ്റാണ്. ഇൻഷാല്ലാഹ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ അടുത്തൊരു വെന്യൂയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ പ്രോഗ്രാമുകൾ തളിപ്പറമ്പ് സലഫി മദ്രസയുടെ വ്യത്യസ്ത വെന്യൂകളിലായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ സലഫി മദ്രസ സദർ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം നമ്മോട് പ്രതികരിക്കും. ഈ ഒരു പ്രോഗ്രാമിന്റെ ഗുണങ്ങൾ എന്താണ്, നമ്മൾ ഈ ലക്ഷ്യം വെക്കുന്നത്, കുട്ടികൾ എത്രത്തോളം അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കും. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമ്മുടെ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് നമ്മുടെ സർഗവസന്തം പ്രോഗ്രാമുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധന രംഗത്ത് പുതിയ തലമുറയിൽ പുതിയ കഴിവുള്ള പ്രാപ്തിയുള്ള രചനാരംഗത്തും പ്രഭാഷണ രംഗത്തും ഒക്കെ കഴിവുള്ള ആളുകൾ രംഗത്ത് വരേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലിബറൽ ചിന്തയുള്ള ആളുകൾ, മതനിരാസത്തിൻ്റെ ആളുകളൊക്കെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് കടന്നു കയറുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ തൊപ്പിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ സജീവമായി ചർച്ച നടന്നതാണ്. ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആ കുട്ടി എനിക്കൊരു മനസ്സിന് സന്തോഷമില്ലാതെ ഞാൻ പുറത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേൾക്കുന്നുണ്ടായി. അപ്പം ഇങ്ങനെ വളരെ ചെറിയ പ്രായത്തിലുള്ള ആളുകളെ സോഷ്യൽ മീഡിയ സ്വാധീനിക്കുകയും അതിലൂടെ മതനിരാസമൊക്കെ കുത്തി നിറക്കുന്ന ഒരു കാലത്ത് അതേ പ്രായത്തിലുള്ള കുട്ടികളിൽ തന്നെ അതിന് മറുപടി നൽകുന്ന കൃത്യമായ ധർമ്മബോധം ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന തലമുറ വളർന്നു വരേണ്ട ഒരു അനിവാര്യതയുണ്ട്. ആ രംഗത്ത് കുട്ടികൾക്ക് കൃത്യമായ പ്രോത്സാഹനം നൽകുക, അവരെ പ്രചോദിപ്പിക്കുക എന്നതാണ് നമ്മുടെ സർഗവസന്തം ലക്ഷ്യമായി കാണുന്നത്. നന്നായിട്ട് എഴുതാൻ കഴിയുന്ന കുട്ടികൾ നമുക്കിടയിലുണ്ട്. കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ പ്രത്യേകമായ ചില സ്റ്റെപ്പുകളിലൂടെ വിദ്യാഭ്യാസ ബോർഡ് പോവുകയും ഒരു സംസ്ഥാന തലത്തിൽ തന്നെ 10-25ഓളം കുട്ടികളെ പ്രത്യേകം സെലക്ട് ചെയ്ത് എഴുത്തുപുര എന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ളൊരു കാര്യം, നമ്മുടെ മദ്രസയിലുള്ള കുട്ടി അതിൽ പങ്കെടുക്കുകയും ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രിക അവരുടെ വാരാന്ത്യ പതിപ്പിൽ ആ കുട്ടിയുടെ എഴുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തൊരു സന്തോഷം കൂടി ഈ സമയത്ത് നമുക്കുണ്ട്. ഏതായാലും സർഗവസന്തം 4 വേദികളിലായിട്ട് വളരെ സജീവമായി ഇതിൻ്റെ പ്രോഗ്രാമുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ലക്ഷ്യം ഇത്തരം സ്റ്റെപ്പുകളിലൂടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അതിൻ്റെ പ്രോഗ്രാം കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഇടപെടാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറൻ. നമ്മളെ സദർ തളിപ്പറമ്പ് സലഫി മദ്രസയുടെ സദർ വിശദീകരിച്ചതുപോലെ ഏറെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന, തെറ്റായ മാർഗത്തിൽ നിന്നും നേരായ മാർഗത്തിലേക്ക് അവരുടെ കഴിവുകളെ തിരിച്ചുവിടുന്ന അല്ലെങ്കിൽ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള വലിയൊരു ലക്ഷ്യത്തിലാണ് ഈ ഒരു സർഗവസന്തം പോലെയുള്ള പ്രോഗ്രാമുകൾ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് ലക്ഷ്യം കാണുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മണ്ഡലം സെക്രട്ടറി നമ്മുടെ ഹാഷിംക നമ്മോടൊപ്പം ചേരുകയാണ്. ഹാഷിംക, എന്താണ് സർഗവസന്തം, ഏതുവരെയാണ്, എന്തൊക്കെയാണ് അവസ്ഥകൾ? അൽഹംദുലില്ലാഹ്, പിന്നെ ഇന്ന് 2ാം ദിവസമാണ്. വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകും. പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് 4 വേദികളിലായിട്ട്. അൽഹംദുലില്ലാഹ് എല്ലാ മദ്രസയിലും കുട്ടികൾ നല്ല ഡെലിവറായിട്ടുള്ള
പ്രോഗ്രാം നന്നായി ഇന്നലെ പങ്കെടുത്തു. ഇന്നും അവരുടെ സ്റ്റേജ് ഇനങ്ങൾ ഇന്ന് നടക്കുകയാണ്. സദുസ്താദ് പറഞ്ഞതുപോലെ പിന്നെ നല്ലൊരു മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഈ ഒരു ടൈം ഈ ഒരു വർഷം നടക്കുന്ന സർക്കാർ പുതിയ ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ മീഡിയകളിലുള്ള പി ടി പോലെ കാര്യങ്ങളൊക്കെ അതൊക്കെ കുട്ടികൾ ഇന്നലെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികൾ ഓൺലൈനിൽ ഈ മൊബൈൽ ഇങ്ങനെയുള്ള സമയത്ത് തന്നെ ആ രീതിയിലുള്ള ഇനങ്ങളും കൂടി ഉൾപ്പെടുത്തിയത് നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തലപ്പം മദ്രസ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംസ്ഥാനം വരെ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നതാണ് ഇവിടുന്ന് മദ്രസ വിദ്യാർത്ഥികൾ പറയുന്നത്. ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ തന്നെ കരസ്ഥമാക്കുമെന്നാണ് പറയുന്നത്. നല്ല പുതിയ ഇനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ വീഡിയോ ഞാൻ മനസ്സിലാക്കിയ പ്രസൻറ്റേഷൻ പോസ്റ്റർ ഇങ്ങനെയുള്ള പ്രോഗ്രാം ഈ PDP ഇത് പ്രസൻറ്റേഷൻ കുട്ടികൾ വീഡിയോ ഇട്ടിട്ട് ആ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുക. 2 കുട്ടികൾ അവതരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ എന്താണ് അവർ ആ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും അതിൻ്റെ ഇസ്ലാമിക വശങ്ങളും വളരെ കൃത്യമായി കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, മനസ്സിലാക്കിയെടുത്തോളം വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി അതുപോലെയുള്ള അതായത് നമുക്ക് ദീനി ദഅവാ രംഗത്തേക്ക് കുട്ടികളുടെ കഴിവുകളെ തിരിച്ചുവിടാൻ വേണ്ടി അവരെ അതിനൊക്കെ പ്രാപ്തമാക്കുന്ന രീതിയിൽ ഏറ്റവും നല്ല മത്സര ഇനങ്ങൾ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സർഗവസന്തം മുന്നോട്ട് പോകുന്നതാണ് ആഷിംക്കായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. വ്യത്യസ്ത വേദികളിൽ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ അതിൻ്റെ ലൈവ് സ്കോർ നമുക്ക് ഇവിടെ ലഭ്യമാവുന്നുണ്ട്. നമ്മുടെ മദ്രസയുടെ പുറത്ത് വലിയൊരു LED TV-യിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോ മദ്രസയുടെയും പോയിന്റുകളും ഗ്രേഡുകളും എന്ത് ചെയ്യുന്നത് അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ നമുക്കിവിടെ ഒരു അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഷംബീൽ നിന്ന് പരിചയപ്പെടാം. ഷംബീലാണ് ആ ഒരു ബാക്ക് എൻഡിലുള്ളത്. എങ്ങനെയാണ് ഷംബീൽ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതോടൊപ്പം എങ്ങനെ ഈ ഇതിൻ്റെ പോയിന്റുകളും ഗ്രേഡുകളൊക്കെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്? ഇവിടെ നമ്മളെ വിസ്റ്റം മദ്രസ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാണ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കോറ് ഓരോ പ്രോഗ്രാമും കഴിയുമ്പോൾ അതിൻ്റെ തത്സമയം അതേ സമയത്ത് തന്നെ നമ്മൾ സ്കോറ് ഉബൈദ് സാർ ഇവിടെ ആഡ് ചെയ്യും. അത് ഓട്ടോമാറ്റിക് നമ്മളെ വെബ്സൈറ്റിലേക്ക് വരും. അത് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഓക്കെ, ഓരോ പ്രോഗ്രാമിൻ്റെ അപ്ഡേഷൻ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന മുറക്ക് എന്ത് ചെയ്യും, പബ്ലിക്കിന് കാണുന്ന രീതിയിലേക്ക് അതെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് സ്കോർ നില എങ്ങനെയുള്ളത്? ഇപ്പോൾ തളിപ്പറമ്പാണ് 1ാം സ്ഥാനത്തുള്ളത് 207 പോയിന്റുമായിട്ട്. 2ാം സ്ഥാനത്ത് കുറുമാത്തൂർ 50 പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട്. 3ാം സ്ഥാനത്ത് ഉള്ളത് ചുയലിയാണ് 128 പോയിന്റ്. അവർ 29 പോയിന്റിൻ്റെ വ്യത്യാസമാണുള്ളത്. ചെങ്ങളായി 4ാം സ്ഥാനത്തുണ്ട് 2 പോയിന്റിന്. ചുയലുമായിട്ട് ബാക്കിലാണുള്ളത്. 4ാം സ്ഥാനത്താണുള്ളത്. പൂവം 54 പോയിന്റ്. ചെറുപുയ 52 പോയിന്റ്. ഇന്നത്തെ പോയിന്റുകൾ ആഡ് ചെയ്ത് തുടങ്ങിയോ? ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് ഇന്നലെ നടന്ന ഓഫ് സ്റ്റേജ് ഓഫ് സ്റ്റേജിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ പ്രോഗ്രാം കഴിയുന്നതോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാ, IT വിങ്ങും സജ്ജമാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മോടൊപ്പം ഇനി ചേരുന്നത് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ പ്രതിനിധിയാണ്. IT രംഗത്ത് ജില്ലയിലും അതുപോലെ മണ്ഡലത്തിലൊക്കെ നന്നായി ഇടപെടുന്ന ഒരാളാണ് ഹാഷിം. പ്രോഗ്രാമിന് എന്താണ് ഒരുക്കങ്ങളൊക്കെ? IT ഒരുക്കങ്ങൾ ഇപ്പോൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ സ്കോറായാലും വീഡിയോഗ്രാഫിയുടെ കാര്യമായാലും ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ് അതിലും വിദ്യാർത്ഥികളും പിന്നെ ഓർജ് എല്ലാവരും കൂടി സംയുക്തമായിട്ടാണ് അതിൽ നടത്തുന്നത്. അപ്പോൾ എല്ലാം വളരെ ഇപ്പം ടോപ്പ് എൻഡ് ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തുന്ന രീതിയിലേക്കുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫോട്ടോസ് വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തുമോ? അത് എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം വീഡിയോസ് എല്ലാം ആയാലും പ്രോഗ്രാം തീരുമ്പോഴേക്ക് തന്നെ കറക്റ്റ് വീഡിയോസ് എല്ലാം പുറത്തിറങ്ങുകയും ഫോട്ടോസും കാര്യങ്ങളെല്ലാം പ്രോഗ്രാം തീരുമ്പോഴേക്ക് പിന്നെ റിസൾട്ടുകൾ ഇപ്പോൾ ലൈവായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം സജ്ജമാണ്. IT രംഗത്തും ഇവിടെ പെർഫെക്റ്റ് ആണെന്നാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലായത്. വ്യത്യസ്ത വെന്യൂകളിൽ പ്രോഗ്രാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേദി 3-നെടുത്ത സലാം സാർ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ഒരു സർഗവസന്തത്തിൻ്റെ എല്ലാ വേദികളിലേക്ക് ഓടി നടന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളാണ്. മാഷെ, എങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ? സർഗവസന്തം തുടങ്ങി? അൽഹംദുലില്ലാ, വളരെ നന്നായിട്ട് മത്സരം ഉഷാറായിട്ട് പോകുന്നുണ്ട്. എന്താ പറയുക, നല്ല കുട്ടികളെ ആസ്വദിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം മത്സരം മണ്ഡലത്തിൽ ഒരുമിച്ചിട്ട് അത് ജില്ലയും സ്റ്റേറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ വാശിയേറിയ മത്സരമാണെങ്കിൽ കൂടി ഒത്തൊരുമിച്ചിട്ട് നന്നായിട്ട് മത്സരിക്കുന്നുണ്ട്. ജഡ്ജസും കാര്യങ്ങളൊക്കെ ഓരോ വേദിയിലും ഇതുവരേക്കുള്ളത് സമയബന്ധിതമായിട്ട് തന്നെ
പോയിട്ടുണ്ട്. ഓക്കെ, കുട്ടികളൊക്കെ പെർഫോമൻസ് ഒക്കെ ശരിക്കും നന്നായിട്ട് നല്ല പരിശീലനം കുട്ടികൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റ് ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാം നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു പിക്ചർ നമുക്ക് തെളിയോ? ഏകദേശം നമ്മൾ 5 മണിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഇപ്പോൾ പോകുന്ന ഈ മുറക്കന്നെ പോവുകയാണെങ്കിൽ 5 മണിയാകുമ്പോഴേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിപാടി നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. 4 മണിയാകുമ്പോഴേക്കും ഏകദേശം നമ്മൾ 4 ആകുമ്പോൾ പരിപാടി തീരും. പൊതു സമ്മേളന സമ്മാനദാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഐറ്റവും കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് ജഡ്ജസ് പറയുകയും അപ്പോൾ തന്നെ ജഡ്ജസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ കുട്ടികൾക്ക് സമ്മാനവും അതോടുകൂടി തന്നെ ഒരുമിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ സമ്മാനദാനം കൂടെ തന്നെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് ടൈമിൽ എന്താവും, പൊതുപരിപാടിയിൽ ഓവറോൾ മാത്രമേ കൊടുക്കാനുണ്ടാവുകയുള്ളൂ. ഇൻഡിവിജ്വൽ ഐറ്റംസിന് സമ്മാനം കൊടുക്കേണ്ടതായിട്ടൊരു പ്രയാസം നമുക്ക് വരുന്നില്ല. അതിലിപ്പോൾ തന്നെ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ജസാക്കല്ലാഹു ഖൈർ. മാഷാല്ലാ, വളരെ ഷെഡ്യൂൾഡ് ആണ് നമ്മുടെ പ്രോഗ്രാമുകളും സംവിധാനങ്ങളും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ആദ്യ സെഷൻ നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആഫ്റ്റർനൂണിൽ സെക്കൻഡ് സെഷനുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.